ഇപ്പം നമ്മൾ ട്രെയിലർ ലോഞ്ചിൽ കണ്ട ഏറ്റവും വികാരപരമായ നിമിഷങ്ങളായിരുന്നു ശരിക്കും MD സാർ മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് ചാരുന്നത്. അയ്യോ, അത് കണ്ട എല്ലാ മലയാളികളുടെയും കണ്ണു നിറയാണ്. കാരണം അവർ തമ്മിലുള്ളൊരു സൗഹൃദം ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് മാം അത് വളരെ ചെറുപ്പം തൊട്ടേ കണ്ടുവരികയാണ്. എങ്ങനെയാണ് മാം അവർ തമ്മിലുള്ളൊരു ആത്മബന്ധത്തിൻ്റെ കഥ എങ്ങനെയാണ്? മമ്മൂക്ക സത്യം പറഞ്ഞ അച്ഛനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അച്ഛൻ അപൂർവമായിട്ടേ സിനിമ ഫീൽഡിൽ വലിയ നല്ല സൗഹൃദങ്ങളുള്ളൂ. കുറച്ചു പേരോടാണ് വളരെ അടുപ്പമുള്ളത്. അതിലൊരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ പണ്ടേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ വായിക്കുകയും അവർ തമ്മിൽ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ വീട്ടിൽ വരുന്നൊരു വ്യക്തിയാണ്. അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വിവാഹ നിശ്ചയത്തിന് അച്ഛൻ മദിരാശി വെച്ച് ചെറിയൊരു 40-45 പേരുള്ള ഒരു ചെറിയ ചടങ്ങായി നടത്തി. അതിലാകെ ക്ഷണിച്ചത് പുറമേ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ പെടാത്ത ഒരാള്. അപ്പൊ സത്യം പറഞ്ഞാൽ കുടുംബമായി അദ്ദേഹം. അന്ന് മമ്മൂക്കയാണ് ഹരിഹരൻ സാറിന് ഇവർ രണ്ടുപേരെയാണ് സിനിമ രംഗത്തുനിന്ന് ക്ഷണിക്കുന്നത്. അപ്പൊ അന്നത്തോടെ എനിക്ക് മനസ്സിലായി ഹീസ് ഫാമിലി. അപ്പോൾ അതൊരു അങ്ങനെ ഒരു ബന്ധമാണ്. പിന്നെ അദ്ദേഹത്തിന് അച്ഛൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുണ്ട്. എപ്പോഴും അന്വേഷിക്കും, ആരോഗ്യ കാര്യങ്ങളും ഒക്കെ നേരിട്ട് വിളിച്ചു ചോദിക്കും. ചിലപ്പോൾ എന്നെ വിളിച്ചു ചോദിക്കും. ഒരു അനിയത്തിയുടെ സ്ഥാനത്തോ അങ്ങനെ അല്ലെങ്കിൽ ഒരു മരുമകളുടെ സ്ഥാനത്തോ ഒക്കെയാണ് എന്നെ കാണുന്നത്. വഴക്കൊക്കെ പറയും, അതിനുള്ള അവകാശം ഉണ്ടെന്നുള്ള പോലെയാണ് പെരുമാറുക. അപ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഐ തിങ്ക് ഐ എം റിയലി ബ്ലെസ്ഡ്. ഇപ്പോൾ മമ്മൂക്കയെ കുറിച്ച് പറയാണെങ്കിലും സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും രണ്ടുപേരും മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. പക്ഷേ ഈ രണ്ടുപേരും ഈ ആളുകളോട് അത്ര അല്ലേ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പരിക്കനാണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഈ രണ്ടുപേരെയും അടുത്തറിയാവുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കണം, മാമിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? പക്ഷേ നമ്മളിപ്പോൾ മമ്മൂക്ക എനിക്ക് അടുത്ത കാലത്താണ് വളരെ സൗഹൃദപരമായിട്ട് അല്ലേ എല്ലാവരോടും ഭയങ്കരമായിട്ട് പെരുമാറുന്നു, ചിരിക്കുന്നു. സാറിൻ്റെ അടുത്തൊന്നും അങ്ങനെ നമുക്ക് അറിയില്ല. അപ്പോൾ ശരിക്കും ഈ ഒരു ജീവിതത്തിൽ എങ്ങനെയാണ്? എനിക്ക് മമ്മൂക്കയെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറയാൻ അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഡേ ടു ഡേ ബേസിസിൽ അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഞാൻ കാണുമ്പോഴൊക്കെയും എന്നോടൊക്കെ ഒരു പക്ഷേ അച്ഛൻ്റെ മകളായതുകൊണ്ടാവാം അങ്ങനത്തെ ഒരു വളരെ കെയറിങ് ആയിട്ടുള്ള വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ് എന്നോടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ എന്താ പറയാ എല്ലാവരെയും ഒരു ഡിസ്റ്റൻസിൽ നിർത്തുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല.